മലപ്പുറം വേങ്ങരയിൽ നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. ഭർത്താവ് മുഹമ്മദ് ഫായിസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പെൺകുട്ടി 24-നോട് പറഞ്ഞു. പ്രതികളായ മുഹമ്മദ് ഫായിസും ഭർത്തൃപിതാവ് സയ്യിദ് അലവിയും ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. വേങ്ങര സ്വദേശി ഭർത്താവ് മുഹമ്മദ് ഫായിസിന്റെ മർദ്ദനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് പെൺകുട്ടി. മൊബൈൽ ചാർജർ ഉപയോഗിച്ചും കൈകൊണ്ടുമുള്ള മർദ്ദനത്തിന് പുറമെ തലയണ ഉപയോഗിച്ച് മുഖത്തമർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പെൺകുട്ടി ശുചിമുറിയിൽ വെച്ച് നിലത്തിട്ട് ചവിട്ടിയെന്നും പെൺകുട്ടി 24-നോട് പറഞ്ഞു. കണ്ണടക്കി മൂന്തൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ ഒന്നായിട്ട് വീങ്ങി, രണ്ട് കൈയും വെച്ചാണ്ട് ചെവിക്ക് അടിച്ചുകൊണ്ടാണ് ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടാണ്ട് പോയി, ചെവിൻ്റെ സൗണ്ട് കുറഞ്ഞു. എന്നൊക്കെ എടുത്തിക്കാണ്ട് തണുക്കിന് വെച്ചാണ്ട് അമർത്താൻ എന്നെ കൊല്ലാൻ വരെ അവൻ ശ്രമിച്ച്. പിന്നെ അപ്പോൾ നട്ടെല്ലിന് ചവിട്ടിക്കാണ്ട് അപ്പോൾ എനിക്ക് വീപ്പിട്ടണില്ല, മൂന്നൊന്ന് ചിരിക്കുക. റൂമിൻ്റെ വാതിലിൻ്റെ മൂലക്കലിട്ടുകാണ്ട് ചവിട്ടി ചെയ്ത് അങ്ങനെ കുറേ ചാർജറായിട്ട് നല്ല ഇതാക്കി, ചാർജർ പൊട്ടുകളും അഡാപ്റ്ററായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ നന്നായിട്ട് ഇങ്ങോട്ട് ഇതാക്കി. കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടും സംശയത്തിന്റെ പേരിലുമായിരുന്നു മർദ്ദനം. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. ഭർത്താവ് മുഹമ്മദ് ഫായിസ്, ഭർത്തൃപിതാവ് സയ്യിദ് അലവി, ഭർത്തൃമാതാവ് സീനത്ത് എന്നിവരാണ് പ്രതികൾ. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. പ്രതികൾ വിദേശത്തേക്ക് കടന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ.